നാരായണ 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 ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ തിരുമംഗലത്തേവരേ ശരണം. ശ്രീ മുക്കുതല ഭഗവതി ശരണം. ദക്ഷിണാമൂർത്തി ശരണം. ശ്രീ ഗുരുവായൂരപ്പ. സദ്ഗുരുഭ്യോ നമ. ഭക്തേഭ്യോ നമ. ഓം ശിവസുതഗജരൂപം രക്തവർണം സുനേത്രം അഭയവരദഹസ്തം പാശമേശാങ്കുശാദ്യം അമൃതമയശരീരം സർവയജ്ഞോപവീതം ഗണപതിഗണനാഥം പാദപദ്മം നമാമി. ഗോക്ഷീരാഭം പുണ്ടരീകാസനസ്ഥം ചക്രാബ്ജാഭ്യാം ശംഖകൗമോദഗീഭ്യാം ശ്രീഭൂമിഭ്യാമർച്ചിതം യോഗനിഷ്ഠം വന്ദേ വിഷ്ണും പുരുഷം പൂർണ്ണരൂപം. സംഹാരമൂർത്തിം ഹരമന്തകാരിം വൃഷധ്വജം ഭൂതഗണാതിസേവ്യം കൈലാസവാസം പരമേശ്വരം തം നിത്യം നമാമി പ്രണവസ്വരൂപം. യാ ദേവി സ്തൂയതേ നിത്യം വിബുധൈ വേദപാരകൈ സാ മേ വസതു ജിഹ്വാഗ്രേ ബ്രഹ്മരൂപാ സരസ്വതി. മന്നാഥ ശ്രീ ജഗന്നാഥ മദ്ഗുരു ശ്രീ ജഗദ്ഗുരു മമാത്മാ സർവഭൂതാത്മാ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ബ്രഹ്മണ്യദേവായ ഗോബ്രാഹ്മണഹിതായ ച ജഗദ്ധിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമഃ. ശ്രീ ഗുരുവായൂരപ്പാശനം. എല്ലാ ദേവീദേവന്മാർക്കും നമസ്കാരം. ഭക്തേഭ്യോ നമഃ. എല്ലാ ഭക്തജനങ്ങൾക്കും നമസ്കാരം. ഞാൻ വടശ്ശേരി ഹരിനമ്പൂതിരി, പാലക്കാട് ജില്ലയിൽ കൂറ്റനാട് വസിക്കുന്നു. ഒരു 5-8 പുസ്തകങ്ങളൊക്കെ ഭാഗവത കഥകളുമായി സംബന്ധിച്ച് കീർത്തനങ്ങളായിട്ടും പരിഭാഷയായിട്ടും കഥയായിട്ടും ഒക്കെ എഴുതിയിട്ടുണ്ട്. പലതരത്തിൽപ്പെട്ടതായിട്ടുള്ള ഉപാസന സമ്പ്രദായങ്ങൾ ചെയ്തു വരുന്നു. ഭാഗവതത്തെയും ഉപാസിക്കുന്നു. എത്ര വിദ്യ നേടിയാലും പൂർണ്ണമാവുകയില്ല എന്നതുകൊണ്ട് വിദ്യ എന്നും വിദ്യാർത്ഥിയായിക്കൊണ്ട് വിദ്യ നേടാൻ വേണ്ടിയിട്ട് പഠിക്കുന്നു, എഴുതുന്നു, അത് പറയുന്നു. എല്ലാ ഭക്തന്മാരെയും പോലെ വേണ്ടത്ര വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ മറ്റു പലത് ഉണ്ട്. അതൊക്കെ വേണ്ടത്ര സ്വീകരിക്കാൻ, വേണ്ടത്ര സ്വാംശീകരിക്കാൻ അത് സ്വരുക്കൂട്ടാൻ സാധിച്ചില്ല ജീവിതത്തിൽ. പക്ഷേ ഭാഗവത ഉപാസന കൊണ്ട് പല ദുഃഖങ്ങളെയും മറക്കാനും സാധിക്കണം. അതുകൊണ്ട് തന്നെ ഭാഗവതം അതിശ്രേഷ്ഠം. നമ്മൾ ഭാഗവതത്തെ എത്രത്തോളം അറിഞ്ഞ് ഉപാസിക്കുന്നുവോ അത്രത്തോളം ഭഗവാൻ നമ്മുടെ ഉള്ളിലേക്ക് കയറിയിരിക്കും. അത് ഭാഗവതത്തിൻ്റെ മഹാത്മ്യത്തിൽ സനകാദി മഹർഷിമാരോട് നാരദൻ ആവശ്യപ്പെട്ട് ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾക്ക് ഓജസ്സും തേജസ്സും ഉണ്ടാവാൻ വേണ്ടിയിട്ട്, യുവത്വം ഉണ്ടാവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചപ്പോൾ ഹരിദ്വാറിൽ വെച്ചിട്ട് നടത്തിയ സപ്താഹം കഴിഞ്ഞപ്പോൾ ഭഗവാൻ പ്രത്യക്ഷനായി അനുഗ്രഹിച്ചു കൊടുത്തതാണ്. ഇവിടെ ഭഗവാനെ വിളിക്കുന്നുവോ, ഭാഗവത സപ്താഹം നടത്തുന്നുവോ, ഭാഗവതം പാരായണം ചെയ്യുന്നുവോ, ശ്ലോകമായാലും ഉപാസനയായാലും മന്ത്രമായിട്ടായാലും അവിടെയൊക്കെ ഭഗവത് സാന്നിധ്യം സപ്താഹത്തിൽ എന്നാണ് പ്രത്യേകം പറഞ്ഞിരിക്കുന്നത്. എങ്കിലും ഭാഗവതത്തെ ആരാണോ പാരായണം ചെയ്യുന്നത് അവിടെ ഭഗവാനുണ്ടാവും, ഭക്തി ഉണ്ടാവും. അത് ഭഗവാന്റെ വാക്കാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു അനുഗ്രഹം അത് ഭഗവാനിൽ നിന്ന് കരസ്ഥമാക്കുക, അതുതന്നെയാണ് ഭാഗവത ഉപാസന കൊണ്ട് നമുക്ക് കിട്ടുന്നതായിട്ടുള്ള നേട്ടം. മനുഷ്യത്വം, മുമുക്ഷുത്വം, മഹാപുരുഷ സംശ്രയം. ആദ്യം നമ്മൾ മനുഷ്യനാവണം. അത് ഭാഗവതം വായിച്ചാൽ കിട്ടും. ഇന്ന് മനുഷ്യത്വം ഇല്ലാത്തതുകൊണ്ടാണല്ലോ ഇത്രയും അപജയങ്ങൾ സ്വഭാവങ്ങളിൽ വരാൻ കാരണം. രജോ ഗുണം തമോ ഗുണം ഇത്രയും കൂടാനുള്ള കാരണം എന്താ? വേണ്ടത്ര
ഭഗവത് തത്വങ്ങൾ, ഈ അനവധി പുരാണങ്ങൾ പറഞ്ഞു തന്നതായിട്ടുള്ള സന്ദേശങ്ങളെ നമുക്ക് സ്വീകരിക്കാൻ സാധിച്ചില്ല. അനവധി പുരാണങ്ങൾ എഴുതിയ വ്യാസന് പോലും അത് വേണ്ടത്ര കിട്ടിയില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് മനസ്സിന് ചെറിയൊരു വൈക്ലഭ്യം ഉണ്ടായത്. അപ്പോഴാണ് നാരദൻ്റെ വരവും, ഭാഗവതം അങ്ങേക്ക് അറിയാമല്ലോ, അങ്ങ് തന്നെയല്ലേ ഭഗവാൻ തന്നെയല്ലേ, അങ്ങ് തന്നെയല്ലേ ഭഗവാൻ, ഭഗവാന്റെ അവതാരമല്ലേ അങ്ങ്, ഭഗവാന്റെ തത്വങ്ങളെ, ഭഗവാന്റെ വാക്കിനെ, ഭഗവാനെ നായകനാക്കിയിട്ട് ഒരു ഗ്രന്ഥം രചിക്കൂ, അങ്ങക്ക് ഈ വൈക്ലഭ്യം മാറിക്കിട്ടും. നാരദൻ പറഞ്ഞു. വ്യാസൻ അത് ചെയ്തു. അങ്ങനെ കിട്ടിയതാണ് ഭാഗവതം. ഭഗവാൻ കൃഷ്ണൻ തൻ്റെ ലീലകളൊക്കെ കഴിഞ്ഞ് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. എന്നെയും കൊണ്ടുപോകണേന്ന് പറഞ്ഞു ഉദ്ധവൻ. ഓരോരുത്തരും ഒറ്റയ്ക്കാണ് കൊണ്ടുപോകാൻ പറ്റില്ല. അത് കൃഷ്ണനും അത് പറ്റില്ല, ഘോര കരിയാണ് വരണത്, എന്തെങ്കിലും ഒരു ഉപായം കാണണം. അല്പബുദ്ധികളായിട്ട്, അല്പായുസുകളായിട്ട്, നിർഭാഗ്യവാന്മാരായിട്ട്, ഭഗവത് അനുഗ്രഹം ഇല്ലാത്തവരല്ലേ ഇനി കലിയിൽ വരാൻ പോകുന്നത്. ഈ കന്മഷം കൂടി ആകുമ്പോഴോ അവർക്ക് രക്ഷ വേണ്ടേ? അപ്പോൾ ഭഗവാൻ തന്നെ ഒന്ന് ആലോചിച്ചു, ഈശ്വര ഇതെന്താ, അത് ഭഗവാനാണ്, കൃഷ്ണനാണ് ആലോചിക്കണം. അപ്പോൾ തിരോധാനം ചെയ്തു, പ്രവേശിച്ചു. ഏതിലേക്ക്? ഭാഗവതത്തിലേക്ക്. അതുകൊണ്ട് അത് അക്ഷരവാങ്മയായി. ഓരോ അക്ഷരത്തിലും ഭഗവാന്റെ മുഖം, ഭഗവാൻ നിറഞ്ഞു നിൽക്കുക ഗ്രന്ഥത്തിൽ, എല്ലാറ്റിലും. ഏത് സ്കന്ധെടുത്താലും കൃഷ്ണൻ്റെ പേരില്ലാണ്ടില്ല. സപ്താഹമായിട്ട് വായിക്കുമ്പോൾ ഏതൊരു ഗ്രന്ഥെടുത്താലും ശിവനില്ലാണ്ടില്ല. ശിവമാർഗം പറഞ്ഞു തരാണ്ട് ശിവനും ഒരു ദിവസം നമുക്ക് സപ്താഹം പൂർത്തിയാക്കാൻ കഴിയില്ല. അങ്ങനെ ഭാഗവത ഗ്രന്ഥം ഏറ്റവും ശ്രേഷ്ഠമായി തീർന്നു. ഭക്ത്യാ ഭാഗവതം ജ്ഞേയം ഭക്ത്യാ യുക്ത്യാ ച ഭാരതം ഭക്ത്യാ യുക്ത്യാ വിഭക്ത്യാ ച ജ്ഞേയം രാമായണം സ്മൃതം. ഭഗവാനെ ആഗ്രഹിക്കുന്ന ഏതൊരു പുണ്യാത്മാവും എന്തു ചെയ്യണം? ഭക്തിയോട് കൂടിയിട്ട് ഭാഗവതത്തെ ശ്രവിക്കണം. കേട്ടതിനെ മനനം ചെയ്യണം. മനനം ചെയ്തതിനെ അതിൻ്റെ അർത്ഥസാരത്തോട് കൂടിയിട്ട് എന്താ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക, എന്താ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക, അങ്ങനെ സ്മരിച്ച് 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 ജീവിതത്തിൽ അത് ഉപയോഗിക്കണം, ഉപയോഗപ്രദമാക്കണം. അതാണ് ഭാരതമാകുമ്പോൾ ഭക്തിയാ യുക്തിയാ ച എന്നാണ് പറഞ്ഞത്. ഭക്തി മാത്രം പോരാ ഭാരതത്തിൽ. 1,25,000 ശ്ലോകമുണ്ട്. ഒരു തവണ വായിച്ചെത്താൻ തന്നെ ബുദ്ധിമുട്ട്. അത് സംസ്കൃതത്തിലായതുകൊണ്ട് നമുക്കോട്ട് അറിയില്ല. അപ്പോൾ വ്യാഖ്യാനങ്ങളൊക്കെ നോക്കുക, കുറച്ച് കഥകളൊക്കെ വായിക്കുക. 1000 കഥയുണ്ട്, ചിലതൊക്കെ ഓർമ്മ കിട്ടും, ചിലത് ഓർമ്മ കിട്ടില്ല. കിട്ടിയ കഥകൾ, കിട്ടിയത് ലാഭം. കിട്ടിയ കഥകളിൽ നിന്ന് എന്തെങ്കിലും തത്വങ്ങൾ കിട്ടിച്ചാൽ അത് മനനം ചെയ്തുകൊണ്ട് അത് വിശകലനം ചെയ്യാം. എന്നിട്ട് അതിൽ നല്ല തത്വങ്ങൾ എടുക്കുക. 18 പുരാണം ഞാൻ തന്നു, വ്യാസം പറഞ്ഞതാ. അതിൽ നല്ല കാര്യങ്ങളെ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ ചീത്ത അറിഞ്ഞാലല്ലേ നല്ലത് പറയാൻ സാധിക്കുള്ളൂ, അത് അറിയാൻ സാധിക്കുള്ളൂ. അപ്പോൾ ചീത്തയും നല്ലതും കൂടി തന്നു, വിഷവും അമൃതും കൂടിയിട്ട്. ഈ നല്ലതിനെ കളഞ്ഞു, അമൃതിനെ കളഞ്ഞു, എന്നിട്ട് വിഷമെടുത്തു, ചീത്തതിനെടുത്തു. അതാ ശരിയെന്ന് ഉറക്കെ പറഞ്ഞു. 1000 വട്ടം പറഞ്ഞാൽ അത് ശരിയാവുകയെ, അത്രയേ ഉള്ളൂ. അങ്ങനെ ഒരു വട്ടമായി പോയി. കലികാലത്തെ അങ്ങനെ ഉറക്കെ പറയാം, ആവർത്തിച്ച് ഉറപ്പിച്ച് പറയാം. ധനം കൊണ്ടോ പ്രൗഢി കൊണ്ടോ ഒരുപാട് ഡിഗ്രികൾ, വിദ്യ എന്ന് പറയാൻ പറ്റില്ല അതിന്. എന്തായാലും അങ്ങനൊരു സ്ഥാനത്തെത്തിക്കഴിഞ്ഞാൽ, അധികാരം അങ്ങനെ എന്തെങ്കിലും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ കുറേ ശിഷ്യന്മാരെയൊക്കെ ഉണ്ടാക്കും ധനം കൊടുത്തുകൊണ്ട്. ചില സ്ഥാനമാനങ്ങളൊക്കെ ഉണ്ടാക്കും. എന്നിട്ട് അതുകൊണ്ട് പറയുന്നത് അതാണ് കേമം. അങ്ങനെ ആയിപ്പോവും. അപ്പോൾ യഥാർത്ഥത്തിലുള്ള വിദ്യ കിട്ടില്ല. ഭാരതത്തിൽ അങ്ങനെ ആയിപ്പോയി. പാണ്ഡവരുടെ പക്ഷത്തല്ല ആൾക്കാർ, കൗരവരുടെ പക്ഷത്താ. കർണനെ അങ്ങനെ കൊല്ലാൻ പാടുമോ? അശ്വത്ഥാമാവ് മരിച്ചു എന്ന് യുധിഷ്ഠിരൻ പറയാൻ പാടുമോ? ഭീഷ്മരെ ഇങ്ങനെ ചതിയിൽ ശരശയിൽ കിടത്താൻ പാടുമോ? 100 ചോദ്യങ്ങളാ. അതൊന്നും എല്ലായിടത്തും വിഷയേ. കാലത്തിന് അതിൻ്റെ ഒരു ഗതിയുണ്ട്. ആ ഗതിയിലൂടെ തന്നെ വേണം അത് സഞ്ചരിക്കാനായിട്ട്. അത് ഭഗവാൻ കൃഷ്ണൻ അറിഞ്ഞുകൊണ്ട് അത് ചെയ്യിച്ചു.
ധർമ്മം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ അവതാരം. അപ്പോൾ അസത്തുക്കൾ ഒന്നിച്ച് ഇല്ലാണ്ടാവുമ്പോൾ കുറേശ്ശെ സത്ത് നഷ്ടപ്പെടും, അത്രയേ ഉള്ളൂ. ഭീഷ്മമുക്തി പ്രദായകനായി ബൃഹസ്പതിയാകുന്ന വസിഷ്ഠൻ തന്നെയാണ് ദ്രോണരായത്. അവിടെ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ചീത്ത ഭാവങ്ങളൊന്നുമില്ല. ഭഗവാന്റെ ആജ്ഞ നിറവേറ്റി, അത്രയേ ഉള്ളൂ. ഗുരു തന്നെയാണ്. ഭാരതം അറിയുമ്പോൾ കുറച്ച് യുക്തിസഹമായിട്ട് അറിഞ്ഞില്ലെങ്കിൽ തെറ്റായിട്ട് വ്യാഖ്യാനിക്കപ്പെടും, പാഖണ്ഡമായി മാറും. ഭക്തിയാ യുക്തിയാ വിഭക്തിയാചാജ്ഞേയം രാമായണം സ്മൃതം. രാമായണം ആകുമ്പോഴേക്കും അതിൻ്റെ വിഭക്തിയും കൂടി മനസ്സിലാക്കണം. എന്തിന് സീതയെ ഉപേക്ഷിച്ചു, എന്തിന് ലക്ഷ്മണനെ ഉപേക്ഷിച്ചു, ഇത്രയും കുട്ടിക്കാലത്ത് തന്നെ എന്തിനാ വനത്തിലേക്ക് പറഞ്ഞയച്ചേ? കുറച്ച് പ്രായം കഴിഞ്ഞിട്ട് പോരെ? രാവണവധം വേണമെന്നല്ലേ ഉള്ളൂ. അത് ജീവിതമൊക്കെ മുഴുവൻ സുഖിച്ചതിന് ശേഷം ഒരു 50 വയസ്സ് 60 വയസ്സൊക്കെ ആയിട്ട് പോരെ? ചോദിക്കുന്നവരുണ്ട്, മാർഗമില്ല. സീതാപരിത്യാഗം ആ സമയത്ത് മതിയായിരുന്നു, അതിന് അത്ര ആക്ഷേപം ഉണ്ടാവില്ല. ഇപ്പം യുക്തിയും ഭക്തിയും പോരാ, വിഭക്തിയും കൂടിയും വേണം. ഇതിൻ്റെ സാരം എന്തൊക്കെയാ വെച്ചാൽ അതൊക്കെ മനസ്സിലാക്കണം, എന്നാൽ തന്നെ മുഴുവനാവുള്ളൂ. കർമ്മമോ കർമ്മവാസനയോ കർമ്മഫലമോ സ്വീകരിക്കരുത് എന്നാണ് ലക്ഷ്മണനെ ഉപേക്ഷിച്ചതിൻ്റെ സാരം സാമാന്യേന ആചാര്യന്മാർ സ്മരിക്കാറുള്ളത്. ആത്മവിദ്യയായ സീതയെ ഉപേക്ഷിച്ചാലേ യഥാർത്ഥത്തിൽ നരന് മുക്തിയുള്ളൂ. ആത്മവിദ്യയാണ് സീത. അപ്പോൾ സീതാപരിത്യാഗം എന്നുള്ളത് ലൗകികമായിട്ട് സീതയെ ഉപേക്ഷിക്കലല്ല. അങ്ങനെ പലതും. അപ്പോൾ ഭക്തി വേണം, വിഭക്തി വേണം, അതിൻ്റെ സാരങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാവണം. യുക്തിയോട് കൂടിയിട്ട് വേണം അത് രാമായണം സ്വീകരിക്കാൻ. പ്രാതർദ്യൂതപ്രസംഗേന മധ്യാഹ്നേ സ്ത്രീപ്രസംഗത രാത്രൗ ചൗര്യപ്രസംഗേന കാലോ ഗച്ഛതി ധീമത. ബുദ്ധിമാന്മാരെന്താ ചെയ്യാറും? കുട്ടിക്കാലത്ത് ഈ ഭാരതം 1000 കഥകൾ വായിച്ച് ഉറപ്പിക്കണം. തെറ്റേത് ശരിയേത് രണ്ടും മനസ്സിലാക്കണം. അപ്പോഴേ ശരിയിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. യൗവനം, കല്യാണം കഴിക്കുക, ഗൃഹസ്ഥ ജീവിതം, അങ്ങനെയുള്ള കാലങ്ങളിലൊക്കെ രാമായണം സ്മരിച്ചുകൊണ്ട് എന്ത് ദുഃഖം വന്നാലും സഹിക്കാനുള്ള കഴിവുണ്ടാവണം. അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കണം. മധ്യാഹ്നം കഴിഞ്ഞു, രാത്രാവും 60 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഭാഗവതത്തിൽ നടക്കാം. മുക്തി മാർഗം അത് തന്നെയാണ് വേണ്ടത്. ഭക്തി അവിടേക്ക് എത്തുക, ഭഗവാനിലേക്ക് എത്തുക. അങ്ങനെ ബുദ്ധിമാന്മാർ അങ്ങനെയാണ് ചെയ്യുക. കാലത്തെ അങ്ങനെയാണ് വേണ്ട വിധത്തിൽ വിനിയോഗിക്കുക എന്നർത്ഥം. ഭാശബ്ദോ കീർത്തിവചസേ ഗശബ്ദ ജ്ഞാനവാചക വാശ്ച സർവേഷ്ടവചനശ്ചൈവ തം ച വിസ്താരവാചകം. ഭാഗവതം എന്നുള്ള 4 അക്ഷരത്തിന് തന്നെ ഭഗവാന്റെ കീർത്തി, ഭാഗവതത്തിൻ്റെ കീർത്തി, ഭഗവത് തത്വങ്ങളുടെ കീർത്തി. അത് പരമമായ ജ്ഞാനമാണ്, മാറ്റി പറയേണ്ട ശാസ്ത്രമാണ്, ശാസ്ത്രസാരമാണ്. വേദങ്ങളുടെ 4 ഭാവങ്ങളും അതിൽ പറഞ്ഞിരിക്കുന്നു. ഗാർഹസ്ഥ്യായാലും വേണ്ടില്ല, ബ്രാഹ്മണങ്ങളായാലും വേണ്ടില്ല, വാനപ്രസ്ഥായാലും സന്യാസായാലും ഒക്കെ അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഭഗവാനെ സ്മരിക്കുക, അത് സകലവിധ ജ്ഞാനങ്ങളോട് കൂടിയിട്ട് ഉപനിഷത്ത്, ഉപനിസത്ത്, ഭഗവാന്റെ ഒപ്പം ചേർന്നിരിക്കുക. പരമമായ സത്വം, സാത്വികം, ശുദ്ധസത്വം ആയിട്ട് മാറുക. എല്ലാവർക്കും ഇഷ്ടമാണ് ഭാഗവതം. എന്നും ഏറ്റവും കൂടുതൽ ആരാധിക്കപ്പെടുന്നത്, ഏറ്റവും കൂടുതൽ യജ്ഞമായിട്ട് ആചരിക്കപ്പെടുന്നത്, ഏറ്റവും കൂടുതൽ സ്വീകരിക്കപ്പെടുന്നത്, ഏറ്റവും ഹൃദ്യം ഒക്കെ ഭാഗവതത്തിനെ അങ്ങോട്ട് വിസ്തരിച്ച് കഴിഞ്ഞാൽ 18 പുരാണങ്ങളും 4 വേദങ്ങളും വേദാംഗങ്ങളും വേദസാരങ്ങളും ശാസ്ത്രങ്ങളും എല്ലാം അതിലുണ്ട്. എല്ലാറ്റിനെയും സൂചന അതിലുണ്ടെന്നർത്ഥം. അപ്പം അങ്ങനെ ഭഗവാൻ ഇതിലുണ്ട്, ഭഗവാൻ തന്നെയാണത്. ഭഗവാനെക്കുറിച്ച് ആദ്യമേ പറഞ്ഞു തരുന്നു. ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദത്തെ. വേറൊന്നും വേണ്ട. വൈഷ്ണവന്മാരുടെ ധനമാണ്.
ശ്രീശുഖബ്രഹ്മർഷിക്ക് മറ്റൊരു ഗ്രന്ഥത്തെ ചിന്തിക്കുക പോലും വേണ്ടി വന്നില്ല ഭാഗവതം കൈ കിട്ടിയപ്പോൾ. ഏറ്റവും എളുപ്പത്തിൽ ഈ നാമപുരാണത്തെ ആശ്രയിച്ച് കഴിഞ്ഞാൽ, ഭാഗവതം ആശ്രയിച്ച് കഴിഞ്ഞാൽ ഭഗവാനെ കിട്ടും, ഭഗവാങ്കലെത്താൻ സാധിക്കും. അതിൽ കൂടുതൽ വേറെ ഒന്നും വേണ്ട. തസ്മാത് സർവാത്മനാരാജൻ ഹരി സർവത്ര സർവദാ ശ്രോതവ്യ കീർത്തിതവ്യശ്ച സ്മർത്തവ്യോ ഭഗവാൻ നൃണാം. ശ്രീശുഖബ്രഹ്മർഷി പരീക്ഷത്തിനോട് ഉറപ്പിച്ച് പറയാണ്. അതുകൊണ്ട് ശ്രീ പരീക്ഷിത് രാജാവേ, അങ്ങ് എല്ലാ ദിക്കിലും എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള വിരാട് രൂപിയായിട്ടും അന്തര്യാമിയായിട്ടും സാക്ഷിയായിട്ടും ഓരോരുത്തരുടെ ഒപ്പവും വ്യഷ്ടി സമഷ്ടി രൂപത്തിൽ ബ്രഹ്മമായിട്ടും പുമാനായിട്ടും ഈ പുരുഷനായിട്ടും പ്രകൃതിയായിട്ടും നിൽക്കുന്നതായിട്ടുള്ള ഈ ഭഗവാനെ സ്മർത്തവ്യ, ശ്രോതവ്യ, കീർത്തവ്യ, കീർത്തിതവ്യ. ഒരേ ഒരു ഭഗവാൻ, ഇത്രയേ ഉള്ളൂ. ഭാഗവത കഥ കേൾക്കൂ, ഭഗവാങ്കലെത്തൂ, വേറെ ഒന്നും വേണ്ട. ഭാഗവതാനാമിതം ഭക്താനാമിതം. ഇത് ഭഗവതഃ ഇതം ഭഗവതഃ അയം ശ്രീകൃഷ്ണസ്തു ഭഗവാൻ സ്വയം. എങ്ങനെ നോക്കിയാലും ഇത് മുഴുവൻ ഭഗവാനാണ്. ഭക്തന്മാരെ അനുഗ്രഹിക്കുന്ന ലീലകൾ അതിൽ ധാരാളമായിട്ട് പറഞ്ഞിരിക്കണം. അപ്പോൾ ഭഗവാനെ അറിയുക, ഭഗവാങ്കലെത്തുക, ഈ രണ്ട് കാര്യങ്ങൾ വളരെ എളുപ്പമായിട്ട് സാധിക്കും. എപ്പോഴാണ് ഭാഗവതത്തിൻ്റെ തുടക്കം നമുക്ക് കിട്ടുന്നത്? സൂത ശൗനക സംവാദമായിട്ട് നൈമിഷാരണ്യത്തിൽ വെച്ചിട്ട് കലിയുഗം ആരംഭിച്ച സമയത്ത് ലോകഹിതാർത്ഥം ശൗനകാദി മഹർഷിമാർ 1000 കൊല്ലം നീണ്ടു നിൽക്കുന്നതായിട്ടുള്ള സത്രം, അവിടെ അനവധി പുരാണങ്ങളെ പാരായണം ചെയ്യപ്പെട്ടു. അനേക സഹസ്രം ഋഷിമാർ അത് കേട്ടു. അവർക്ക് വീണ്ടും വീണ്ടും സംശയങ്ങൾ വന്നു. അങ്ങനെ ഒരു ദിവസം പ്രഭാതം യാഗ പൂജാദികളെല്ലാം കഴിഞ്ഞിരിക്കുന്ന വിശ്രമ വേളയിൽ സൂതൻ വരുന്നു. വിശിഷ്ടമായ ആസനം കൊടുത്ത് ഇരുത്തുന്നു. ആരെയാണ് അറിയേണ്ടത്? സത്യം പരം ധീമഹി, ഭഗവാനെയാണ് അറിയേണ്ടത്. ശ്ലോകങ്ങൾ ചെല്ലാൻ നിന്നാൽ കുറച്ചധികം വേഗം, അതുകൊണ്ട് കുറച്ച് ചുരുക്കുകയാണ്. അപ്പോൾ സൂതൻ വിശിഷ്ടമായ ആസനത്തിലിരുന്നു. പേടിക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു ശൗനകാദി മഹർഷിമാർ. ഇവിടെ യമനെ ആഹ്വാനം ചെയ്ത് വെച്ചിട്ടുണ്ട്, മരണം കൂടിയും പേടിക്കണ്ട. ഭഗവാനെക്കുറിച്ച് പറയാനുള്ളതെല്ലാം അങ്ങ് പറയണം. അപ്പോൾ ഈ ചോദ്യങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലായപ്പോൾ സൂതനം അത് സമ്മതമായി. എന്തൊക്കെയാണ് ചോദിച്ചത്? പരമശ്രേയസ് എന്താണ്? മോക്ഷമാണ് പരമശ്രേയസ്. അപ്പം അത് പറയാൻ ഭാഗവതം പറയാണ് എളുപ്പം. ആചാരമെന്ത്, അനുഷ്ഠാനമെന്ത്? ശൗനകാദി മഹർഷിമാരാണ് ചോദിക്കണം. ആചാരാനുഷ്ഠാനേ അവർ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ഫലം എന്താ? എന്തിനാ ചെയ്യണതെന്ന് തന്നെയാണ് ചോദ്യം. മനഃശുദ്ധി ഉണ്ടാവാനാണ് ചെയ്യണത്. അത് ഭാഗവതം പറഞ്ഞാൽ അതിൻ്റെ ഉത്തരമായി. ശുദ്ധി ഇല്ലാതെ കണ്ട്, തപസ്സില്ലാതെ കണ്ട്, ശുദ്ധി ഇല്ലാതെ കണ്ട്, ദയ ഇല്ലാതെ കണ്ട്, സത്യമില്ലാതെ കണ്ട് ഭഗവാങ്കലെത്താൻ സാധിക്കില്ല. അതിലാദ്യം വേണ്ടത് ശുദ്ധിയാണ്. അന്ധകരണ ശുദ്ധി വേണം, ദേഹശുദ്ധി വേണം, പരിസരബുദ്ധി വേണം, എല്ലാം വേണം. അപ്പോൾ ഭഗവാനെ അറിയാനുള്ള ഏറ്റവും എളുപ്പമായ മാർഗം കർമ്മയോഗമായിട്ട് ആചാരാനുഷ്ഠാനങ്ങളെ ചെയ്യൂ. കർമ്മവും ഫലവും ഭഗവാന് സമർപ്പിക്കൂ. അപ്പോൾ വേദശാസ്ത്രം, പുരാണങ്ങൾ, അതിൻ്റെയൊക്കെ സാരം എന്താ ചോദിച്ചു. എല്ലാം ഭഗവാനാണ് എന്നറിയാനുള്ള വിദ്യ നേടാനാണ് ഈ വേദങ്ങളും ശാസ്ത്രങ്ങളും പുരാണങ്ങളും ഒക്കെ വ്യാസൻ നിർമ്മിച്ചത്. അവതാരങ്ങളെ അനവധി പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അവതാരങ്ങൾ, ശ്രീകൃഷ്ണാവതാരം പ്രത്യേകിച്ച്, ഈ ജന്മവും കർമ്മവും ഇല്ലാത്ത ഭഗവാന്റെ ഇത്രയും അവതാരങ്ങൾ, ഇത്രയും ലീലകൾ, അതെന്തിനു വേണ്ടിയിട്ടാണ്? ഭഗവാന്റെ കർമ്മങ്ങൾ സകല സ്വരൂപത്തിന് മാത്രമേ കർമ്മമുള്ളൂ. അപ്പോൾ ആ കർമ്മം എന്തിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ ചെയ്തത്? എൻ്റെ സ്വതः ഒരു ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇതേ സംശയം തന്നെയാണ് സനകാദി മഹർഷിമാർക്കുണ്ടായപ്പോൾ വൈകുണ്ഠത്തിൽ ചെന്നപ്പോൾ ജയവിജയന്മാർ തടുത്തതും അവർക്ക് 3 ജന്മം ആസുര ഭാവത്തിൽ ജനിക്കേണ്ടി വന്നതും
4 ജന്മം കൊണ്ട് അവരെ ഭഗവാങ്കിൽ തന്നെ അവതരിച്ചിട്ട് ഭഗവാങ്കിൽ എത്തിക്കേണ്ടി വന്നത്. അപ്പം അതിന് ഭാഗവതം പറഞ്ഞാൽ മതി. സംസാരം എങ്ങനെയാണ് കിടക്കുക? ഭഗവാനെ അറിയാം, അപ്പം സംസാരം കിടക്കാൻ സാധിക്കും. പിന്നെ ജനിക്കണ്ട, പിന്നെ മരിക്കണ്ട. ഇപ്പോൾ ശ്രീകൃഷ്ണൻ്റെ ഭാഗവതത്തിലേക്കുള്ള പ്രവേശനം ഭഗവാൻ മറിഞ്ഞു കഴിഞ്ഞപ്പോൾ ധർമ്മം ആരെ ആശ്രയിച്ചു? ശ്രീകൃഷ്ണ സ്മരണം കൊണ്ട് മാത്രം എന്ത് മഹാഭാവം തീരെ. ഇപ്പോൾ ഭഗവാൻ ഭാഗവതത്തിലേക്കാണ് പറഞ്ഞത്, ഉത്തരങ്ങൾ മുഴുവനായി. സത്യം പറഞ്ഞാൽ കർമ്മം ചെയ്യാതിരിക്കാൻ നമുക്ക് സാധിക്കില്ല. കാരണം ഈ ശ്വാസോച്ഛ്വാസം പോലും കർമ്മമാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ അറിയാലോ. ഈ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ട് ഭാഗവതം പറയുകയാണ് ഉണ്ടായത്. സൂതൻ 18,000 ശ്ലോകങ്ങളുള്ള, അല്ലെങ്കിൽ 18,000 ഗ്രന്ഥങ്ങളുള്ള, 32 അക്ഷരങ്ങളുള്ള ഒരു ഗ്രന്ഥം, അതിനങ്ങനെ പറയാം. ഒരു ശ്ലോകം 14,000-15,000 താഴെയാണ് അതിൽ ശ്ലോകങ്ങളുണ്ടാവുള്ളൂ. എണ്ണി വയ്ക്കാം. 335 അധ്യായങ്ങളിലായിട്ട് 12 സ്കന്ധങ്ങൾ വിസ്തരിച്ച് ഭഗവാന്റെ 12 അവയവങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അതങ്ങോട്ട് സ്മരിച്ചാൽ മതി. ആദ്യത്തെ സ്കന്ധത്തിൽ 19 അധ്യായം, അതിൽ എങ്ങനെയുള്ള ആളാവണം ശ്രോതാവ്, ഇത് തന്നെയാണ് പറഞ്ഞത്. പരീക്ഷത്തിനെ പോലെ ഒരു ശ്രോതാവിനെ കിട്ടൽ എളുപ്പമല്ല. ഉത്തമനായിട്ടുള്ള ശ്രോതാവാണ് പരീക്ഷത്ത്. മധ്യമനായിട്ടുള്ള ശ്രോതാവാണ് നാരദൻ. സനകാദി മഹർഷിമാരും നാരദനും തമ്മിലുള്ള ഭാഗവത സംവാദമാണ് ഹരിദ്വാരത്തിൽ വെച്ച് നടന്നത്. ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾക്ക് യൗവനം കിട്ടാൻ വേണ്ടിയിട്ട്. അത് മഹാത്മ്യത്തിൽ പറയണം, സ്കന്ദപുരാണത്തിൽ, പത്മപുരാണത്തിൽ. അത് മധ്യമമായിട്ടാണ് പറയണം. സൂതശൗനക സംവാദമായിട്ടാണ് നമുക്ക് ഭാഗവതം കിട്ടുന്നത്. അത് പ്രകൃതി ഈ നമ്മളെപ്പോലുള്ളവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ആ ഭാവമാണ് അതിന് വരിക, ലോകഹിതാർത്ഥം. നാരദൻ കേട്ടത് നാരദന് വേണ്ടിയിട്ടല്ല, പരീക്ഷത്ത് കേട്ടത് പരീക്ഷത്തിന് വേണ്ടിയിട്ടാണ്. ശ്രീശുഖൻ പറഞ്ഞത് ഉറപ്പിച്ചു, മുക്തി കിട്ടുന്നില്ല. അപ്പോൾ മുക്തിപ്രദനായിട്ടുള്ള ഭഗവാൻ തന്നെയാണ് ഈ ശ്രീശുഖനായിട്ട് വന്നതും ഭാഗവതത്തെ പറഞ്ഞതും. അതുകൊണ്ട് ഉത്തമ ശ്രോതാവും ഉത്തമ വക്താവുമായിട്ട് ആദ്യത്തെ ശ്രീശുഖ മഹർഷിയും പരീക്ഷിത് രാജാവുമായി. ഗോകർണൻ്റെ 2ാമത്തെ ഭാഗവതവും ഏകദേശം ഇതേപോലെ തന്നെയാണ്. 2 പേരും ഗോലോകത്തിലേക്ക് എത്തി. അപ്പോൾ ഭഗവാനെ അറിയാൻ വേണ്ടിയിട്ട് നാം എപ്രകാരത്തിലാണ് ഈ ദേഹം കൊണ്ട് ശ്രമിക്കേണ്ടത്? ശരീരത്തെ ഒരു രഥമായിട്ട് കണ്ടു. യാത്രക്കാരനായിട്ടുള്ള ജീവൻ അനവധി ശരീരങ്ങൾ സ്വീകരിക്കണം. എത്രയാണെന്ന് പറയാൻ പറ്റില്ല. അനവധി വിഷയങ്ങളുണ്ട്. അതിനെ റോഡായിട്ടാണ് കണ്ട്. പുല്ലാണച്ച ഒന്നാണ്, അല്ലെങ്കിൽ പ്രാണിയാച്ച വേറൊന്നാണ്, തിരക് ജാതിയാച്ച വേറൊന്നാണ്, മർത്തിനാച്ച വേറൊന്നാണ്, ദേവനാച്ച വേറൊന്നാണ്. വിഷയങ്ങൾ ധാരാളമുണ്ട്. അപ്പോൾ ആ വിഷയങ്ങളെ ഒഴിവാക്കാനുള്ള മനസ്സ് ഈ ഭാഗവത ശ്രവണം കൊണ്ട് കിട്ടും. വിശേഷ ബുദ്ധിയുണ്ട് മർത്യന്. അതുകൊണ്ട് ഭാഗവതത്തെ ആശ്രയിക്കൂ. നിയന്ത്രിക്കുക തന്നെ വേണം ഇന്ദ്രിയങ്ങളെ. ഋഷികേശൻ്റെ ഉപാസന കൊണ്ട് ഇന്ദ്രിയങ്ങൾക്ക് സുഖിക്കാനുള്ള മോഹം ഉണ്ടാകുമ്പോൾ മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് ഈ 6 കള്ളന്മാർ അടക്കുക തന്നെ വേണം. ശമവും ദമവും മനസ്സുകൊണ്ട് കടിഞ്ഞാനിട്ട് സൂതനാകുന്ന ബുദ്ധി പ്രയോഗിക്കുക തന്നെ വേണം. അപ്പോഴേ വിഷയങ്ങളെ ഒഴിവാക്കാൻ സാധിക്കുള്ളൂ. അത് ഭാഗവതം കേട്ടാൽ സാധിക്കും. ഭക്തന്മാരുടെ ഭഗവാനിൽ നിന്ന് സ്വീകരിക്കുന്നതായിട്ടുള്ള അനുഗ്രഹം അത് സ്മരിച്ചാൽ മതി. അപ്പോൾ അത് കിട്ടും. അത് പറഞ്ഞു. സൂതൻ പറഞ്ഞു, ഇതിനൊക്കെ എളുപ്പം ഭഗവാന്റെ അവതാരങ്ങളെ ഒന്ന് സ്മരിച്ചാൽ മതി. 24 അവതാരങ്ങൾ പ്രധാനമായിട്ട് പറഞ്ഞു. പിന്നെ സരസസ്യോ സഹസ്രശ, എത്രയാണെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ഈ വലിയ തടാകത്തിൽ നിന്ന് തോട് പോലെ ഇങ്ങനെ ഒഴുകി പോകണില്ലേ? അല്ലെങ്കിൽ മണത്തരികൾ ഭഗവാന്റെ അവതാരങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ മണത്തരികൾ എണ്ണി തീരും. പക്ഷേ ഭഗവാന്റെ അവതാരങ്ങൾ എണ്ണി തീരില്ല കേട്ടോ. അങ്ങനെയാണ് പറഞ്ഞു. സനകാദി മഹർഷിമാർ, യജ്ഞവരാഹമൂർത്തി, നാരദൻ, നരനാരായണന്മാർ, സുയജ്ഞൻ, കപിലൻ,
ദത്താത്രേയൻ, ഋഷഭൻ, പൃഥു, മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, രാമൻ, ബലരാമൻ, ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, കൽക്കി, ഹംസം, ഹരി, ധാരാളമുണ്ട്. എത്ര അവതാരം ശരിയാ, കുറേ പറഞ്ഞു. ഈ അവതാരങ്ങളൊക്കെ അതാത് സമയത്ത് ഭക്തന്മാരെ അനുഗ്രഹിക്കാനും അവരെയൊക്കെ ഭഗവാനെ ലയിപ്പിക്കാനാണ്. ഭഗവാനെ അറിയാനുള്ള ശ്രമം അത് നമ്മൾ തീരുമാനിച്ചുറച്ചു കഴിഞ്ഞാൽ പിന്നെ ഭഗവാനിൽ എത്താനുള്ള മാർഗങ്ങൾ വരും. അതുതന്നെയാണ് വ്യാസന് സംശയം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ നാരദനായിട്ട് വന്നു, ഭാഗവതത്തെ രചിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ വ്യാസനത് അറിയാം, എങ്കിലും അത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നാരദൻ തന്നെ നാരദൻ്റെ പൂർവ്വജന്മം ഒന്ന് പറഞ്ഞു. ഉപബർഹണൻ എന്നുള്ള ആ ഗന്ധർവനായിരുന്ന ഞാൻ സ്ഥലകാല ബോധമില്ലാതെ കണ്ട്, സ്ഥലം കുലം മുഖന്യായം അത് നോക്കാതെ കണ്ട് ഭാഗവതായാലും പറയാൻ പാടില്ല. അപ്പോൾ അവിടെ അതിവിശിഷ്ടമായിട്ട് മറ്റെന്തോ ഒരു ഭഗവാനെ ആരാധിക്കുന്ന കർമ്മം നടക്കുകയാണ്. അതിനെ ഗവനിക്കാതെ കണ്ട് ഞാൻ ഭാഗവതം പറയാൻ തുടങ്ങിയപ്പോൾ എന്നെ അവർ ശപിച്ചു. ദാസീപുത്രനാവട്ടെ അല്ലെങ്കിൽ പതിക്കട്ടെ എന്ന് പറഞ്ഞു. ഭാഗ്യം കൊണ്ട് ബ്രാഹ്മണരെ ശുശ്രൂഷിക്കുന്ന ഒരു സ്ത്രീയുടെ മകനായിട്ട് ജനിച്ചു. അച്ഛനാരാൻ ശരിയ. വേറൊരു ഭാഗ്യം കിട്ടിയത് ആ ബ്രാഹ്മണരുടെ അടുത്തേക്ക് ചാതുർമാസത്തിന് കുറച്ച് ജ്ഞാനികളായിട്ടുള്ള ഋഷികളാണ് വന്നത്. അവരെ ശുശ്രൂഷിക്കാൻ ഭാഗ്യം കിട്ടിയ 4 മാസം. എൻ്റെ ഈ ചെറിയ ഉണ്ണി 5 വയസ്സേ എടുത്തിരിക്കുന്ന എനിക്ക് അന്ന് അവരെ ശുശ്രൂഷിക്കാൻ സാധിച്ചപ്പോൾ അവർ എന്നിൽ ഈ ഭക്തിയുടെ ഭാവം എന്തോന്ന് മനസ്സിലാക്കി തന്നപ്പോൾ ഭഗവാനെ കുറിച്ച് പറഞ്ഞു തന്നു, മന്ത്രം പറഞ്ഞു തന്നു. ആത്മശുദ്ധിക്കുള്ള മന്ത്രം. നമോ ഭഗവതേ തുഭ്യം വാസുദേവായ ധീമഹി പ്രദ്യുമ്നായ അനിരുദ്ധായ നമ സംഘർഷണായ ച. മനഃശുദ്ധി കിട്ടാണ് വേണ്ടത് ആദ്യം. അതാണ് എനിക്ക് ആദ്യം പറഞ്ഞു തന്നത്. പിന്നെ ഭഗവാന്റെ ഇച്ഛ കൊണ്ട് സംഭവിക്കേണ്ടതൊക്കെ സംഭവിക്കുകയാണ്. അമ്മ പാമ്പ് കടിച്ച് മരിച്ചു. എനിക്കൊരു ദുഃഖമൊന്നും തോന്നുന്നുണ്ടായില്ല. ഋഷിമാർ പറഞ്ഞു തന്ന രൂപമൊക്കെ സ്മരിച്ച് മന്ത്രമൊക്കെ ജപിച്ച് ഭഗവാന്റെ ഒരു രൂപം ഉള്ളിലൊന്ന് തെളിഞ്ഞു. വീണ്ടും കാണാൻ നോക്കി, പക്ഷെ തരായില്ല. ആ ശരീരം കേട്ടു. ഈ ജന്മം അർഹതയില്ല. പിന്നെ മരിച്ചിട്ട് ബ്രഹ്മാവിലേക്ക് ലയിച്ചു. ബ്രഹ്മാവിന്ന് മാനസപുത്രനായിട്ട് പുറത്തിറങ്ങി ഇന്നത്തെ നാരദനായി ഞാൻ. ഭഗവാൻ തന്നെ എനിക്ക് മഹതി എന്നുള്ള വീണ തന്നു. ഞാൻ എപ്പോഴാണ് ആഗ്രഹിക്കുന്ന വെച്ചാൽ അപ്പം എൻ്റെ മുമ്പിൽ വരും ഭഗവാൻ. അങ്ങനെയാണ്. അതുകൊണ്ട് അങ്ങും ഭാഗവതത്തെ എഴുതിക്കോളൂ എന്നാൽ ഒക്കെ നേരെയാവും. അപ്പോൾ വ്യാസൻ അതൊക്കെ ചിന്തിച്ചു. താൻ ഭാരതം എവിടെ കൊണ്ട് അവസാനിപ്പിച്ചു അവിടെ നിന്നാണ് തുടങ്ങി. കുരുക്ഷേത്ര യുദ്ധത്തിൽ തുടപൊട്ടി കിടക്കുന്നതായിട്ട് ദുര്യോധനൻ്റെ ദയനീയമായിട്ടുള്ളൊരവസ്ഥ. പകയാകുന്ന അശ്വത്ഥാമാവ് ദുര്യോധനൻ സന്തോഷിക്കും വിചാരിച്ചിട്ട് പാഞ്ചാലിപുത്രന്മാരെ ഹനിച്ചു. കൊണ്ടുവന്ന് കാൽക്കൽ കൊടുത്ത് 5 തരി കാഴ്ചവെച്ചു പാണ്ഡവന്മാരുടെ പുത്രന്മാരെ. ദുര്യോധനന് പോലും അത് ഇഷ്ടമായില്ലേ. അപ്പോൾ അശ്വത്ഥാമാവിനെ വേഗം ശിക്ഷിക്കുകയാണ് പിന്നെ വേണ്ടത്. ഭഗവാനും അർജുനനും കൂടിയിട്ട് ശിക്ഷിച്ചു. എന്താണോ സ്വത്തായിട്ടുള്ളത് വെച്ചാൽ അതിനെ അപഹരിച്ചു. എന്താ സ്വത്ത്? അശ്വത്ഥാമാവിൻ്റെ സ്വത്ത് തലയിലെ ഒരു രത്നമാണ്. അത് ചൂഴ്ന്നെടുത്തു. തീരാത്ത ഉണങ്ങില്ല, അങ്ങനത്തെ ഒരു വ്രണമായിട്ട് അത് മാറി. എന്നും ഇനി തപിക്കന്നെ മാർഗുള്ളൂ, ചൂട് സഹിച്ചിങ്ങനെ നടക്കുക. അടുത്ത സപ്തർഷികളുടെ ഒരാളാണ് ഇനി. അപ്പോൾ അതിനുള്ള തപസ് വേണം. അങ്ങനെ തപസ് ചെയ്തും കൊണ്ട് നടക്കണം. വീണ്ടും പാണ്ഡവരുടെ അവസ്ഥ, യാദവന്മാരുടെ നാശങ്ങളെ കേട്ടുകൊണ്ട്, ശ്രീകൃഷ്ണൻ്റെ തിരോധാനത്തെ കേട്ടുകൊണ്ട് പാണ്ഡവർക്ക് വല്ലാത്ത വിഷമമായി. അർജുനന് ഗാണ്ഡീവം പോലും ഉയർത്താൻ സാധിച്ചില്ല. പല പല രംഗങ്ങളിൽ ചിന്തിച്ചു. പാണ്ഡവരുടെ ഓരോ ദുഃഖ സമയത്തും ഭഗവാൻ വന്ന് അനുഗ്രഹിച്ചത്. അർജുനൻ്റെ കല്യാണമായാലും ഭീമൻ്റെ ഈ ദുര്യോധനൻ വിഷം കൊടുത്തുള്ള അവസ്ഥകൾ എങ്ങനെ പരിഹരിച്ചു വന്നു. 10,000 ആനകളുടെ ശക്തിയോട് കൂടിയിട്ട് നാഗരസം സ്വീകരിച്ചുകൊണ്ടാണ് അധോലോകത്ത് നിന്ന് വന്നത്. നാഗരാജാവും കൂടി അവിടെ അനുഗ്രഹിച്ചിട്ടാണ് പറഞ്ഞേച്ച ഭീമനെ. കുന്തിയുടെ ഓരോരോ വിഷമങ്ങളും, മക്കൾക്കുണ്ടാകുന്ന വിഷമങ്ങൾ, ഇനി മറ്റുള്ള അന്യരെ ദ്രോഹിക്കുന്നതായിട്ടുള്ള ബഗനെ പോലെയുള്ളവരെ ഹനിക്കുന്നതായിട്ടുള്ള രംഗങ്ങൾ,
ആർക്കും തോൽപ്പിക്കാൻ പറ്റാത്ത ജരാസന്ധനെ വധിച്ചത് ഭീമൻ്റെ ധാരാളം കഥകൾ അർജുനൻ സ്മരിച്ചു. രാജസൂയരംഗായാലും ഒക്കെ ഭഗവത് അനുഗ്രഹം ഉണ്ടായതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യാൻ സാധിച്ചത്. യുധിഷ്ഠിര രാജാവ് സ്വതേ ധർമ്മമാണ്, അജാത ശത്രുവാണ്. നമ്മളെ വഞ്ചിച്ചിരിക്കണു കൃഷ്ണൻ ഭഗവത്വം മറച്ചുകൊണ്ട്. നമുക്ക് അവിടേക്കാണ്ട് എത്താൻ സാധിക്കുന്നില്ല. ഭഗവാൻ ഈ മായ കാട്ടി. സുഹൃത്തായിട്ടും സഖാവായിട്ടും ഹേ പാർത്ഥ ഹേ അർജുന എന്നൊക്കെ വിളിച്ചപ്പോഴേ ഞാൻ വിചാരിച്ചു കൃഷ്ണൻ സുഹൃത്താണെന്ന്. ഏട്ടാ അങ്ങനെയല്ല, കൃഷ്ണൻ ഭഗവാനാണ്. എനിക്കിപ്പോൾ ഈ ഗാണ്ഡീവം വെക്കാനുള്ള ശക്തിയില്ല. അത്രയ്ക്കെത്തി. പല പല രംഗങ്ങൾ കഴിഞ്ഞു പോകണം. കുന്തിയുടെ അവസ്ഥ യുദ്ധം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആകെ ഈ ഉത്തരയുടെ ബീജം മാത്രമേ ഉള്ളൂ, ബാക്കിയൊന്നുമില്ല. ആ ബീജത്തിനെ കൂടി തകർക്കാൻ വേണ്ടിയിട്ട് അശ്വത്ഥാമാവ് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു. രണ്ടാമത് പാഹി പാഹി മഹായോഗിൻ ദേവദേവജകൽപ്പതയെന്ന് അന്യന്തത് അഭയം പശ്യേ എത്ര മൃത്യു പരസ്പരം അഭിദ്രവതി മാമേശ ശരസ്തപ്തായ സോ വിഭവ കാമം ദഹതു മാം നാഥ മാമേ ഗർഭോ നിപാത്യത. ഗർഭ ഇവർ തമ്മിൽ മത്സരിച്ചിട്ട് ഇവരിനെ മരിക്കാൻ നിൽക്കുക. പിന്നെ എങ്ങനെയാ എന്നെ രക്ഷിക്കുക? എൻ്റെ ഉള്ളിലുള്ള ഈ ഗർഭത്തെ രക്ഷിക്കുക. എന്നെ രക്ഷിച്ചതിനും വിരോധമില്ല, ഈ ഗർഭത്തെ ഒന്ന് രക്ഷിച്ചു തരണം. കാരണം പാണ്ഡവ ബീജം ഇത് മാത്രമേ ഉള്ളൂ ബാക്കി. കൃഷ്ണൻ അത് സ്വീകരിച്ചു. അങ്കുഷ്ടമാതനായിട്ട് ഉള്ളിൽ കടന്ന് ചതുർബാഹു വിഷ്ണു സ്വരൂപിയായിട്ട് പരീക്ഷത്തിനെ രക്ഷിച്ചു. ജനിച്ചു. 4 പുറം നോക്കാൻ തുടങ്ങി. എവിടെ കൃഷ്ണൻ, എവിടെ കൃഷ്ണൻ? പരീക്ഷിതെന്ന് നാമം കിട്ടി. വിഷ്ണുവിനാൽ രക്ഷിക്കപ്പെട്ടുകൊണ്ട് വിഷ്ണുരാധൻ എന്നും പേര് കിട്ടി. സമയം വന്നു കഴിഞ്ഞപ്പോൾ പരീക്ഷത്തിനെ രാജാവാക്കിക്കൊണ്ട് യാദവനാശം കൂടി കേട്ടപ്പോൾ പിന്നെ പാണ്ഡവർക്കൊന്നും വയ്യ. അവർ മഹാപ്രസ്ഥാനത്തിന് തയ്യാറായി. അവർ മുക്തിയെ പ്രാപിച്ചു. പരീക്ഷത്തിൻ്റെ രാജ്യഭാരം കലിയെ കൂടി നിഗ്രഹിച്ചു. സ്ഥാനം കൊടുത്തു, 4-5 സ്ഥാനം. ദ്യൂതം പാനം സ്ത്രീയസൂന ജാതരൂപം. ചൂതുകളി ആയാലും വെള്ളടി ആയാലും ഈ സ്വർണ്ണ വ്യാപാരമായാലും സ്ത്രീകളുടെ തെറ്റായ നയ ആയാലും ഹിംസയായാലും അവിടെയൊക്കെ വസിച്ചോളാൻ പറഞ്ഞു. കലി ധാരാളമായി എന്നുകൊണ്ട് ചീത്ത കാര്യങ്ങളിലൊക്കെ വസിച്ചു. നന്നായിട്ട് രാജ്യം ഭരിച്ചു. ഈ പരീക്ഷിത് രാജാവ് 30 കൊല്ലം 36 കൊല്ലമൊക്കെ. പരീക്ഷത്തിനും പോകാനുള്ള സമയമായി. പരീക്ഷിതൻ്റെ ഇടയ്ക്ക് ഭാഗവതം കേൾക്കാൻ പറ്റുമെന്നൊക്കെ നോക്കി, പക്ഷെ തരായില്ല. സമയമായാൽ പറഞ്ഞുതരാട്ടോ എന്നും പറഞ്ഞു. അങ്ങനെ തൻ്റെ ഭരണം ഏറെക്കുറെ സമയമായിരിക്കണം തനിക്ക് പോകാനായിട്ട്. അത് താൻ അറിയണില്ല എന്ന് മാത്രമേ ഉള്ളൂ. ജനമേജയം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ രാജ്യം കൊടുക്കാൻ ഒരാളുണ്ട്. വയസ്സായിട്ടില്ല, പ്രായമായിട്ടില്ല, എന്നാലും ശരി 16 വയസ്സാവണം, അത്ര ആയിട്ടില്ല, കുട്ടിയാ. അങ്ങനെ ഒരു ദിവസം നായാടി വരുമ്പോഴാണ് കുറച്ച് ക്ഷീണിച്ചു, ഒറ്റപ്പെട്ടു. ശമീക മഹർഷിയുടെ ആശ്രമത്തിലെത്തി. ദാഹമുണ്ട്, വിശപ്പുണ്ട്, ഇത്തിരി വെള്ളം തരുമോ ചോദിച്ചു. അദ്ദേഹം ഭഗവാനെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പം എന്തായി, ചോദ്യം കേട്ടില്ല. അപ്പം എന്നെ അവമാനിച്ചു തോന്നി. നോക്കണേ, പരീക്ഷിത രാജാവാണ്, ഭഗവാനെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ആളാ. തൊട്ടടുത്ത് കിടക്കുന്ന ഒരു ചത്ത പാമ്പ്, അതിനെ വില്ലോണ്ട് കോരിയിട്ട് മാലയായിട്ട് ഇട്ടു ഈ ശമീകൻ്റെ കഴുത്തിൽ. അവിടുന്ന് പോരും ചെയ്തു. പോന്ന് കഴിഞ്ഞപ്പോഴേക്കും തെറ്റ് മനസ്സിലായി. ബ്രാഹ്മണരെ രക്ഷിക്കേണ്ട ഞാൻ ബ്രാഹ്മണരെ ഇപ്പോൾ ശിക്ഷിച്ചില്ലേ, അവമാനിക്കല്ലേ ഉണ്ടായത്. എന്നെ തന്നെ നശിപ്പിക്കുന്ന രീതിയിൽ ഇനി എനിക്കൊരു തെറ്റ് ചെയ്യേണ്ടി വരരുത്, എത്ര ജന്മെടുത്താലും. അങ്ങനെ എന്നെ ശിക്ഷിക്കണേ, ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു കൊട്ടാരത്തിൽ. അപ്പോഴാണ് കൂട്ടുകാരെ കൂടി പറഞ്ഞപ്പോൾ മകൻ ഇതറിയണത്, ശമീകൻ്റെ മകൻ ചെറു ശൃംഗി. രാജാവ് ഇങ്ങനെ ചെയ്തോ? എന്നാൽ ആ രാജാവിനെ ഇന്നൊക്കെ 7-ാം ദിവസം തർഷകം കടിച്ച് മരിക്കട്ടെ, ശപിച്ചു ബ്രാഹ്മണ ബാലന. ഇവിടെ വന്നിട്ട് അച്ഛനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, വലിയ തെറ്റായിപ്പോയി, ഉണ്ണി ചെയ്തത്. രാജാവിനെ ശിക്ഷിക്കാൻ നീ ആരാ? അങ്ങനെയാണ് ഉണ്ടായത്. വേഗം ശിഷ്യനായുള്ള ഗൗരവമുഖനെ അറിയിച്ചു. ഗൗരവമുഖനെ കൊണ്ട് രാജാവിനോട് പറഞ്ഞു, ഇങ്ങനെ 7-ാം ദിവസം തർഷകം കടിച്ച് മരിക്കും, അതുകൊണ്ട് വേണ്ട ഉപായങ്ങൾ ചെയ്യണേ എന്ന് പറഞ്ഞു. രാജാവിന് വളരെ സന്തോഷമായി. ശിക്ഷ കിട്ടിയല്ലോ. ബ്രാഹ്മണൻ എന്തൊക്കെ വേറെ
ഉപായങ്ങളൊന്നുമില്ലേ, ശിക്ഷ തന്നെ വേണം. ഓ എന്നായി. അപ്പോൾ രാജ്യം ജനമേജയന് കൊടുത്തു. പിന്നെ ബാക്കിയൊന്നും നോക്കിയില്ല. ഗംഗാതീരത്തെത്തി വടക്കോട്ട് നോക്കിയിരുന്നു. പ്രായോപവേശം ദർഭപുല്ലൊക്കെ വിരിച്ചിട്ട് ഭഗവാനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് മുക്തി. ഗംഗയിലേക്കാണ് നോക്കിയിരിക്കുന്നത്. അപ്പോൾ 2 മാർഗ്ഗമാണ്. ഒന്ന്, ഗംഗയിൽ സ്നാനം ചെയ്യാതെ കാര്യങ്ങളൊക്കെ ചെയ്യാം, മുക്തി കിട്ടും. പിന്നെ ഭഗവാന്റെ കഥ കേൾക്കലും നാമം ജപിക്കലാണ് വേണ്ടത്. അനവധി ഋഷിമാരുണ്ട് വരുന്നു, ബ്രാഹ്മണർ. ഞാൻ ബ്രാഹ്മണരെ നിന്ദിച്ച് ബ്രാഹ്മണർ എൻ്റെ കൂട്ടത്തിൽ വന്നു. അപ്പോൾ എനിക്ക് ഞാൻ പണ്ട് ചെയ്തിട്ടുള്ള എന്തൊക്കെയോ ചില നല്ല കാര്യങ്ങൾ ബ്രാഹ്മണർ സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടല്ലേ ഇപ്പം എന്നെ അനുഗ്രഹിക്കാൻ വന്നത്. അവരോട് പറഞ്ഞു ഭഗവാന്റെ കഥ കേൾക്കണേന്ന്. അവർക്ക് പറയാൻ ധൈര്യം ഉണ്ടായില്ല. മഹാജ്ഞാനിയാണേ, പരമഭക്തനുമാണ്. പരീക്ഷത്തിന് അറിയാത്തതൊന്നും ഇവർക്ക് പറഞ്ഞു കൊടുക്കാനില്ല. അപ്പം എന്താ ചെയ്യുക, അവരും ഉണ്ടാണ്ടിരുന്നു. അപ്പോഴാണ് ഭഗവാൻ തന്നെ തത്രാഭവൽ അഷ്ടവർഷം 16 വയസ്സുള്ളതായിട്ടുള്ള ഈ ശ്രീശുക ബ്രഹ്മർഷി ആവിർഭവിച്ചു. ശ്രീകൃഷ്ണൻ തന്നെയാണ്. വസ്ത്രങ്ങളൊന്നുമില്ല, നഗ്നനാണ്. ആടെ ആഭരണങ്ങളൊന്നുമില്ല. തലമുടി കഴിഞ്ഞിട്ടാണ് കിടക്കുന്നത്. മയിൽപ്പീലിയോ കിരീടമോ ഒന്നുമില്ല. പൊന്നരിഞ്ഞാണോ പഞ്ചിലമ്പോ ഒന്നുമില്ല. പിന്നിൽ കുറേ കളിയാക്കിക്കൊണ്ട് സ്ത്രീകളും കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ വന്നപ്പോൾ രാജാവ് വേഗം നീട്ടു. ഈ ശ്രീശുക ബ്രഹ്മർഷിയെ കണ്ടതോടുകൂടിയിട്ട് സാഷ്ടാംഗം നമസ്കരിച്ചു, രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ സ്ത്രീകളും കുട്ടികളൊക്കെ ഓടിപ്പോയി. ശിക്ഷിക്കോ രാജാവ് എന്നുള്ള. എല്ലാവരും ശ്രീശുക ബ്രഹ്മർഷിയെ നമസ്കരിച്ചിട്ട് വിശിഷ്ടമായിട്ടുള്ളൊരു ആസനം, ഒരു പീഠം ഇട്ടെടുത്തു, ഇരുത്തി വേണ്ടെന്നൊക്കെ ചൊക്കെ ചെയ്തു. ഭഗവാന്റെ കഥ പറഞ്ഞു തരണേ എന്ന് പ്രാർത്ഥിച്ചു. എന്താണ് മർത്യൻ ഒടുക്കം ആർജിക്കേണ്ടത്, നേടേണ്ടത്? എന്നും മരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം അങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് മർത്യൻ ചെയ്യേണ്ടത്? ഈ ചോദ്യമാണ് ചോദിച്ചത്. അനവധി ചോദ്യങ്ങൾ ചോദിച്ചു. അതിനൊക്കെ ഉത്തരം ഭാഗവതാണ്. ഇപ്പോൾ ശ്രീശുക ബ്രഹ്മർഷി പറഞ്ഞു, അന്തേ നാരായണ സ്മൃതി. വേറൊന്നും വേണ്ട. ഈ ഒടുക്കത്തിൽ നാരായണ നാമം ജപിക്കാറാവണമെങ്കിൽ, നാരായണനെ സ്മരിക്കാറാവണമെങ്കിൽ അത് സദാസമയത്തും നാരായണനെ സ്മരിച്ചാൽ മാത്രമേ ഒടുക്കം കിട്ടുള്ളൂ. അല്ലാണ്ട് ഒടുക്കാവാൻ വിചാരിച്ചാൽ അപ്പോൾ കിട്ടില്ല. നിമിഷം അനുസരണം തന്നെ വേണം. ഭഗവാന്റെ വാക്കിനെ അനുസരിക്കുക, ഭഗവത് തത്വത്തെ അനുസരിക്കുക, ഭഗവാനെ സദാസമയത്തും സ്മരിക്കുക. അത് വേണം, എന്നാലേ കിട്ടുള്ളൂ. ഭഗവാനാണ് തസ്മാൽ സർവാത്മനാ രാജൻ. അപ്പോൾ ഭഗവാനെയാണ് സ്മരിക്കേണ്ടത്. ഇങ്ങനെ ഉറപ്പിച്ച് പറഞ്ഞു. ഭാഗവതം പറഞ്ഞു തരാൻ ഞാൻ, അതാണ് നല്ലത്. എന്നാൽ അങ്ങേക്ക് മുക്തി കിട്ടും, ഉറപ്പിച്ചോളൂ. അങ്ങേ തക്ഷകൻ തൊടില്ല, അതിൻ്റെ മുന്നേ അങ്ങേ ഞാൻ വൈകുണ്ഠത്തിലേക്ക് എത്തിച്ചോളാം. പരീക്ഷത്തിൻ്റെ ചോദ്യവും ശ്രീശുക ബ്രഹ്മർഷിയുടെ ഉത്തരം. എങ്ങനെയാണ് ഭഗവാനെ സ്മരിക്കേണ്ടത്? സ്ഥൂല രൂപത്തെ സ്മരിക്കൂ, വ്യഷ്ടിയായിട്ട് സമഷ്ടിയായിട്ട്. സ്ഥൂലവും സൂക്ഷ്മവും 2 രൂപം. സകല സ്വരൂപത്തെ സ്മരിക്കൂ, ഭഗവാന്റെ ലീലകളെ സ്മരിക്കൂ, നാമത്തെ സ്മരിക്കൂ, നാമിയെ സ്മരിക്കൂ. ഭഗവാനിൽ എത്താൻ സാധിക്കും. അപ്പോൾ കുറേ സംശയങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ ശുഗ സാരസ്വതം കൊണ്ട് ഭഗവാനെ നല്ലോണം സ്തുതിച്ചു. തനിക്ക് കിട്ടിയതായിട്ടുള്ള ഈ ഭാഗവതം ഞാൻ പറഞ്ഞു തരാം എന്ന് ശ്രീശുകൻ പറഞ്ഞു. എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചു, വ്യാസൻ എഴുതി എനിക്ക് പഠിപ്പിച്ചു തന്നു. വ്യാസന് നാരദനാണ് പറഞ്ഞു കൊടുത്തത്. നാരദന് ബ്രഹ്മാവ് തന്നെയാണ് പറഞ്ഞു കൊടുത്തത്. ബ്രഹ്മാവിന് ചതുശ്ലോകിയായിട്ട് ഭഗവാൻ തന്നെയാണ് നേരിട്ട് പറഞ്ഞു കൊടുത്തത്. അഹമേവാസമേവാഗ്രേ നാന്യദ്യത് സരസത്പരം പശ്ചാദഹം യഥേത ചായോവശിഷ്യേത സോസ്മ്യഹം. വേറൊന്നുമില്ല, ഒറ്റ ശ്ലോകമേ ഉള്ളൂ. അത് 4 ശ്ലോകങ്ങളെ കൊണ്ട് പറഞ്ഞു കൊടുത്തു. 3 ശ്ലോകങ്ങളും കൂടി കൂട്ടുകയും ചെയ്തു. 7 ശ്ലോകങ്ങളെ കൊണ്ടാണ് ചതുശ്ലോകി ഭാഗവതം. എങ്ങനെയാണ് അങ്ങനെ? സ്വതേ 4 ശ്ലോകമാണ്, 4 ശ്ലോകം. അപ്പോൾ ആ 4 ശ്ലോകത്തിലെ തന്നെ 1 ശ്ലോകമേ ശരിക്കും വേണ്ടു. 3 ശ്ലോകങ്ങൾ ഈ ബ്രഹ്മാവ് ഉൾപ്പെടെയുള്ള നമ്മളെപ്പോലുള്ളവർക്ക് തത്വസൃഷ്ടി, ബ്രഹ്മസൃഷ്ടി, തൽ സൃഷ്ടസൃഷ്ടി അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എനിക്ക് ആസക്തി ഉണ്ടാവുമോ? എനിക്ക് അതുകൊണ്ട് ബന്ധം ഉണ്ടാവുമോ? ഞാൻ സൃഷ്ടിച്ചതിൽ എനിക്ക് മമത ഉണ്ടാവുമോ? അതുണ്ടാവില്ല കേട്ടോ. അനുഗ്രഹിച്ചു.
എനിക്ക് വേണ്ടിയിട്ട് കർമ്മം ചെയ്യൂ, എനിക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കൂ, വേറൊന്നും വേണ്ട. അതാണ് ചതുശ്ലോകി ഭാഗവതം. ഇപ്പോൾ കർമ്മയോഗം വന്നതിൽ, ഭക്തിയോഗം വന്നതിൽ ജ്ഞാനയോഗം വന്നു. സൃഷ്ടിക്കാനുള്ള ജ്ഞാനങ്ങളെ കൊടുത്തു, ഊർജവും കൊടുത്തു. ആ ഭഗവാന്റെ അവതാരങ്ങളെ ഉൾപ്പെട്ടതുള്ള ഈ കഥകൾ അതങ്ങനെ സ്മരിച്ചാൽ മതി എന്ന് പറഞ്ഞു. അത് ഭാഗവത ഗ്രന്ഥമായിട്ട് വ്യാസൻ തന്നുണ്ട്, അച്ഛൻ തന്നുണ്ട്, 10 ലക്ഷണങ്ങളോട് കൂടിയിട്ട്. അത്ര സർഗോ വിസർഗശ്ച സ്ഥാനം പോഷണമോദയ മന്വന്തരേശാനുകഥ നിരോധോ മുക്തിരാശ്രയ. 10 ലക്ഷണങ്ങളുള്ള ഈ ഭാഗവതത്തെ പഠിച്ചാൽ മതി, വേറൊന്നും വേണ്ട. ഭഗവാന്റെ ശ്രീകൃഷ്ണൻ്റെ ലീലകളെ കുറച്ച് അധികം സ്മരിച്ചോളൂ എന്ന് ആദ്യം പറഞ്ഞു. ജനിച്ചത് മുതൽ ഭഗവാൻ മറയുന്നത് വരെ, ഭാഗവതത്തിലേക്ക് എത്തുന്നത് വരെയുള്ള കാര്യങ്ങളെ വിതുര ഉദ്ധവ സംവാദമായിട്ട് നമുക്ക് പറഞ്ഞു തന്നു. അതിനുശേഷം മൈത്രേയ വിതുര മൈത്രേയ സംവാദമായിട്ട് സൃഷ്ടി പ്രകരണം തൊട്ട് ഏതൊരു പുരാണങ്ങൾക്ക് ആമുഖം അങ്ങനെയാണ് വരിക. ഭഗവാനാൽ ഇച്ഛിക്കപ്പെട്ടു, അതാത് കാലസ്വരൂപിയായിട്ടുള്ള ഭഗവാൻ കാലത്തെ ഉണർത്തി കഴിഞ്ഞ സമയത്ത് സൃഷ്ടിക്ക് ഇച്ഛ വന്നു. പുരുഷൻ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെടുന്നു. പ്രകൃതിയിലേക്ക് സത്വരജ സ്തമോ മുഗുണങ്ങളെ ചേർക്കണു. തൻ്റെ തന്നെ മഹത്തത്വം അതിൽ ചേർത്തുകൊണ്ട് അതിനെ മൂന്നാക്കണു. അഹന്തത്വം, ആ അഹന്തത്വത്തെ മൂന്നാക്കണു. ബ്രഹ്മാവിഷ്ണു മഹേശ്വരഭാവത്തിൽ സൃഷ്ടിയും സംഹാരവും സ്ഥിതിയും താൻ തന്നെ ചെയ്യണു. 24 തത്വങ്ങളെ താൻ തന്നെ സൃഷ്ടിക്കണു. ആ ജ്ഞാനങ്ങളെല്ലാം ബ്രഹ്മാവിന് കൊടുത്തുകൊണ്ട് ബ്രഹ്മാവിനെ കൊണ്ട് രൂപസൃഷ്ടികളെ ചെയ്യുന്നു. ബ്രഹ്മാവ് തൻ്റെ തന്നെ ശരീരത്തെ 2ആക്കി സ്വയംഭൂമനവും ശതരൂപയുമാക്കിയിട്ട് തീർത്തു. ആ സ്വയംഭൂമനവും ശതരൂപാദേവിയും തമ്മിൽ ഔരസബന്ധത്തോടു കൂടിയിട്ട് സൃഷ്ടിക്കപ്പെട്ടു ലോകത്തെ മുഴുവൻ. ആ മനുപുത്രന്മാരുടെ പരമ്പര, ആ ചരിത്രം, അത് കേൾക്കുക. അതുതന്നെയാണ് ഭാഗവതം. ആ ഭക്തന്മാർ സ്വീകരിച്ചതായിട്ടുള്ള ഭഗവാന്റെ അനുഗ്രഹം, അതിൻ്റെ ഇടയ്ക്കുണ്ടായിട്ടുള്ള സത്തും അസത്തുമായിട്ടുള്ള ഓരോരോ ചരിതങ്ങൾ, അതുതന്നെയാണ് ഭാഗവതം. അത് കേട്ടോളൂ. ധർമാർത്ഥ കാമ മോക്ഷങ്ങളെ വിസ്തരിച്ച് പിന്നെ പറയാൻ പോവുകയാണ്. അതിന് ജ്ഞാനം വേണം. അത് കേൾക്കാനും ഉൾക്കൊള്ളാനും ജ്ഞാനം വേണം. അതിന് കപിലൻ തന്നെ, ഭഗവാൻ തന്നെ വന്നു അമ്മയ്ക്ക്, ദേവഹൂതിക്ക് ഭാഗവത തത്വത്തെ മുഴുവൻ പറഞ്ഞു കൊടുത്തു. ആത്മോപദേശം ഭക്തിമാർഗമായിട്ട് പറഞ്ഞു കൊടുത്തു. ഭഗവാനിലെത്തുവാൻ വേണ്ടത് ഭക്തി തന്നെയാണ്. ഭഗവാന്റെ രൂപത്തെ സ്മരിക്കൂ. ഈ കാണുന്നതെല്ലാം ഞാനാണ്, എൻ്റെയാണ്. ഇത് ദേവഭൂതിക്ക് സംശയം ഉണ്ടായത് തന്നെ തൻ്റെ കുക്ഷിയിൽ ഈ ഭഗവാൻ എങ്ങനെ തൻ്റെ വയറ്റിൽ വന്ന് പറഞ്ഞു. അപ്പം അത് ലീലയാണ്, മായയാണ്, ജീവഗതി പലതരത്തിലാണ്. ഈ ജീവഗതിയെ സ്മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നാം എന്നുള്ള അല്ലെങ്കിൽ ഞാൻ എന്നുള്ള ആ ബോധത്തെ പോലും ഇല്ലാണ്ടാക്കാൻ സാധിക്കും. പ്രധാനപ്പെട്ടതായിട്ടുള്ള 9 കാര്യങ്ങളെ അവിടെ പറഞ്ഞു കൊടുത്തുകൊണ്ട് കപില മഹർഷി ജ്ഞാനത്തെ പ്രദാനം ചെയ്തു. ആ ജ്ഞാനം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഭഗവാനിലെത്തുകയാണ് പ്രധാന ലക്ഷ്യം എന്നുള്ള ഭഗവാന്റെ രൂപത്തെയും നാമത്തെയും ലീലകളെയും ജീവഗതിയെയും പ്രപഞ്ചതത്വത്തെയും പ്രകൃതി വിഷയങ്ങളെയും അതിനെ വല്ലാണ്ട് ആസക്തിയോട് കൂടിയിട്ട് സമീപിക്കുന്നത് കൊണ്ടാണ് നമുക്ക് സംസാരം വേണ്ടി വരുന്നത്. ആ സംസാരത്തെ മറികടക്കാൻ ഇതിനെ ഉപേക്ഷിക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ കപില മഹർഷി കൊടുത്തതുള്ള ആ ജ്ഞാനം അത് നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഭാഗവതം കേൾക്കാനുള്ള അർഹതയായി. മനുവിൻ്റെ പുത്രനായിട്ടുള്ള ഉത്താനപാദൻ്റെ മകനെ കുറിച്ചുള്ള ആ ചരിത്രം, ധ്രുവചരിതം. അതിൻ്റെ മുന്നേയായിട്ട് ഈ അഹം ലേശം വന്നു വെച്ചാൽ അത് തെറ്റാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ദക്ഷയാഗം, പരമ്പരകളെ പറയുന്നതിൻ്റെ ഇടയ്ക്ക് പറയണു. മഹാദേവന് പോലും ഈ
സതിയെ കിട്ടിയിട്ട് ആ സതിക്ക് തൻ്റെ ജീവിതം മഹാദേവനോടൊപ്പം പൂർത്തീകരിക്കാനോ സന്താനമുണ്ടാകാനോ സാധിച്ചില്ല. ദാക്ഷായണി എന്നുള്ള പേര് കേൾക്കാൻ തന്നെ വയ്യാന്നാണ് സതി പറഞ്ഞ്. ദക്ഷൻ്റെ ഈ ചീത്ത സ്വഭാവം കൊണ്ട്, അഹങ്കാരം കൊണ്ട്, പ്രജാപതിമാരുടെ അധ്യക്ഷനായതുകൊണ്ട്, അധ്യക്ഷനാക്കി ബ്രഹ്മാവ്, ബ്രഹ്മപുത്രന്മാർ പ്രധാന സർവ്വശ്രേഷ്ഠതയുണ്ടായി. പക്ഷേ ഇത്തിരി അഹം വന്നുപോയി. ഇപ്പം എന്തായി? ശിവദ്വേഷം വന്നു. ശിവനാൽ ശിക്ഷിക്കപ്പെട്ടു. ആടിൻ്റെ തല വെച്ച് എങ്ങനെയൊക്കെയോ ജീവിതം കഷ്ടപ്പെട്ട് നയിച്ചു. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അനവധി കാലത്തെ തപസ്, 1,00,000 വർഷം അത്ര തപസ് ചെയ്തത്. ശുദ്ധകൃത്തായിട്ട് വീണ്ടും പ്രാചേതസ ദക്ഷനായിട്ട് അവതാരം ചെയ്തു. ആ ദക്ഷത്തിനുള്ള പരമ്പരയാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന മുഴുവൻ. നമ്മളൊക്കെ അതിൽ പെട്ടതാണ്. ദക്ഷൻ്റെ 60 പുത്രിമാരിൽ പരമ്പരയാ ഉണ്ടായതാണ് നമ്മളൊക്കെ. ദക്ഷയാഗം കഥ അവിടെ പറഞ്ഞു. ധർമ്മമായിട്ട്, അർത്ഥമായിട്ട് ധ്രുവൻ്റെ ചരിതം പറഞ്ഞു. ധ്രുവപദത്തിലേക്ക് എത്താൻ ഭക്തി മാത്രമേ വേണ്ടൂ. 5 വയസ്സായുള്ള ഉണ്ണിക്ക് ഏത് ചെറിയമ്മയായാലും ശരി, ദ്രോഹിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയ ഒരാളെ ഒന്നും ചെയ്യാൻ കൂട്ടിയാൻ പറ്റില്ല. കാട്ടുതീരകപ്പെട്ടു ചെറിയമ്മ. എത്രയേ ഉള്ളൂ. പിന്നെ പൃഥ്വിചരിതാണ് വിസ്തരിച്ച് പറഞ്ഞത്. ഈ ഭൂമിയിൽ താമസിക്കാൻ വേണ്ടത് എന്തൊക്കെയാണോ ഓരോരുത്തർക്കും, മർത്യനായാലും ദേവനായാലും തിര്യക് ജാതിയായാലും ഓരോരുത്തർക്കും വേണ്ടത് എന്തോ അത് മുഴുവൻ ഭൂമിയിൽ നിന്ന് തന്നെയാണ് കിട്ടുക. അത് ഭഗവാൻ തന്നെ നേരിട്ട് വന്ന് കറന്ന് കൊടുത്തു, വാസയോഗ്യമാക്കി, തട്ടി നിരപ്പാക്കി, ധാരാളം വിളയിച്ചു. എന്തൊക്കെയാണ് വേണ്ട വെച്ചാൽ അത് മുഴുവൻ. എന്തുകൊണ്ടാണ് ഭൂമി കൊടുക്കാത്തതെന്ന് പ്രത്യേകം ചോദിച്ചു പൃഥു. അപ്പോൾ പറഞ്ഞു, ഞാൻ ഈ കൊടുക്കുന്നതൊക്കെ ദുഷ്ടന്മാർ അവരുടെ സുഖത്തിന് വേണ്ടിയിട്ട് എടുക്കുക, അതുകൊണ്ടാണ്. അത് സാരില്ല, ഇനി ഞാൻ നോക്കിക്കോളാം. അങ്ങനെയാണ് കറന്നെടുത്തിട്ട് എല്ലാവർക്കും കൊടുത്തത്. മകളായിട്ട് ഈ ഭൂമിയെ സ്വീകരിക്കുകയും ചെയ്തു. പിന്നെ ജീവൻ്റെ ഗതിയെക്കുറിച്ചാണ് വിസ്തരിച്ച് പുരഞ്ജനോപാഖ്യാനത്തിൽ പറയണത്. കർമ്മഠന്മാരായിട്ട് ജീവിക്കരുത്. അത് നമുക്ക് തന്നെ നമ്മുടെ ജീവനെ നരകത്തിലേക്ക് പറഞ്ഞയക്കുന്നുള്ള അനുഭവം വരും. അങ്ങനെ സംഭവിക്കരുത്. ജീവൻ ബുദ്ധിക്ക് അടിമയായി കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും വഴിപ്പെട്ടുകൊണ്ട് വിഷയങ്ങളിൽ ലംബടത്വം വന്ന് ജീവൻ അധപ്പതിക്കും. അത് സംഭവിക്കരുത്. മുക്തിമാർഗത്തിലേക്ക് നയിക്കൂ. ഭഗവാനെ തന്നെ സ്മരിക്കൂ. മഹാദേവൻ തന്നെ പറഞ്ഞു കൊടുത്ത രുദ്രഗീതം, അത് സ്മരിച്ചാൽ മതി. പ്രജേതസ്സുകളുടെ മുക്തിയുടെ ഭഗവാനിലെത്താനുള്ള മാർഗത്തെ മുഴുവൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. പ്രാചീന പരഹസിന് മുക്തി കിട്ടി. നാരദൻ തന്നെ വന്ന് കാണിച്ചു കൊടുത്തു. അങ്ങ് അനവധി യാഗം ചെയ്തു, എന്നിട്ട് എന്താ കാര്യം ഉണ്ടായേ? അങ്ങ് കൊന്നതായിട്ടുള്ള പശുക്കൾ ഇതാ അങ്ങേ കൊല്ലാൻ വേണ്ടിയിട്ട് കാത്തുക്കണു, കാണാണ്ടോ ചോദിച്ചു. ഇല്ല, കാണാനില്ല പറഞ്ഞു. എന്നാൽ എന്നെ തൊട്ട് നോക്കൂ എന്ന് പറഞ്ഞു. തൊട്ട് നോക്കിയപ്പോൾ ഇങ്ങനെ കുത്താൻ വേണ്ടി നിൽക്കുക. അത് അപ്പം കൊന്ന പശുക്കളുടെ കൊമ്പ് പോലെ അല്ല കാണാതെ, കുറച്ചുകൂടി മൂർച്ച കാണാണ്ട്. ഭയപ്പെട്ടു പോയി. അപ്പോഴാണ് പുരഞ്ജനോപാഖ്യാനം പറഞ്ഞു കൊടുത്തത്. മുക്തരായി. പ്രജേതസ്സുകൾക്കും പരമഭക്തിയോട് കൂടിയിട്ട് ഭഗവാന്റെ ആജ്ഞ നിർവഹിക്കാൻ സാധിച്ചു. 1,00,000 വർഷം ഭരിച്ചു. ദക്ഷനെ പുത്രനായിട്ട് സ്വീകരിച്ചു. ഭഗവാന്റെ ആജ്ഞയ്ക്കനുസരിച്ച് ദക്ഷനും പരമ്പരയെ വേണ്ട വിധിപ്രകാരത്തിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ജീവൻ നല്ല ശരീരത്തെ സ്വീകരിച്ചു. സാത്വികനാക്കിയിട്ട് ഭഗവാൻ തന്നെ മാറ്റി. ആ ദക്ഷൻ ഹംസഗുഹ്യ സ്തോത്രം കൊണ്ട് ഭഗവാനെ സ്തുതിച്ച് പരമ്പരയെ വർദ്ധിപ്പിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് അജാമിളോപാഖ്യാനം കൂടി പറഞ്ഞു. വെറുതെ നാരായണ എന്ന് ജപിച്ചാൽ പോലും ഭഗവാനിലെത്താൻ സാധിക്കും. ഭാഗ്യമുണ്ടാവണമെന്ന് മാത്രം. അനവധി കർമ്മസുഹൃതങ്ങളുടെ ഫലമായിട്ടാണ് ചീത്ത കാര്യങ്ങൾ ചെയ്തതായിട്ടുള്ള സ്വന്തം കുലത്തെ, സ്വന്തം സ്വത്തുക്കളെ, അച്ഛനെ അമ്മയൊക്കെ ദ്രോഹിച്ചത് വേശ്യയ്ക്ക് വേണ്ടിയിട്ട്. എന്നിട്ടും ഒടുക്കം
അനവധി സന്താനങ്ങളുണ്ടായി. അതിലൊടുക്കം ഉണ്ടായിട്ടുള്ള ഉണ്ണിക്ക് നാരായണൻ എന്ന ഒരു ഭാഗ്യം കൊണ്ട് മഹാർഷിമാരാൽ നാമകരണം ചെയ്യപ്പെട്ടതുകൊണ്ട് ഈ അജാമിളന് ആ നാമം ജപിക്കാൻ സാധിച്ചു. ഭഗവാൻ തന്നെ പ്രത്യക്ഷപ്പെട്ട് ഇപ്പം എങ്ങനെ പ്രത്യക്ഷപ്പെട്ടു? നാമരൂപിയായിട്ട്. നാരായണ 4 വിഷ്ണു പാർഷദന്മാർ അവിടെ വന്നു. ഈ കാലഭാഷം കൊണ്ടുവന്നിട്ടുള്ള യമകിങ്കരന്മാരെ ആട്ടി വായിച്ചു. പിന്നെ ഭാഗവതം ദശമം വായിച്ചുകൊണ്ട് അജാമിളിന് മുക്തി കിട്ടി. ദക്ഷൻ്റെ പരമ്പരയെ പറയണു. വൃത്രാസുരൻ്റെ ജന്മം. ഈ ദേവഹേളനം, ഗുരുവിനെ അപമാനിച്ചു ഇന്ദ്രൻ. വേറെ മാർഗ്ഗമില്ല, വിശ്വരൂപനെ ഗുരുവായിട്ട് എടുക്കേണ്ടി വന്നു. ആ വിശ്വരൂപൻ പറഞ്ഞു കൊടുത്തിട്ടുള്ള നാരായണ കവചം വിസ്തരിച്ചത് ഉപദേശിച്ചു. അതിൻ്റെ ബലം കൊണ്ട് വൃത്രനെ ഹനിക്കാൻ സാധിച്ചു. ആരാണ് വൃത്രൻ ചോദിക്കണം. യുദ്ധരംഗത്ത് പോലും വൃത്രൻ എന്താ ചെയ്തത്? ഭക്തിയോട് കൂടിയിട്ട് ശത്രുവായ ഇന്ദ്രനെ ഉപദേശിക്കണു. നീയൊരു മൂഢൻ, ഭ്രാതൃഹാവാണ്, സഹോദരനെ കൊന്നവൻ, ഭക്തിയില്ലാത്തവൻ, ഗുരുദ്രോഹി, ഗുരുഹ. അനവധി ചീത്ത കാര്യങ്ങൾ പറഞ്ഞു. നിനക്ക് ലേശം ബുദ്ധി ഉണ്ടച്ച. ഈ വിഷ്ണു ഉപേന്ദ്രൻ ആയിട്ട് ജനിച്ചിട്ടുണ്ടേ. അപ്പോൾ അതൊക്കെ സ്വതേ അറിയാം. അതൊന്നും നിനക്ക് സാധിക്കണില്ലല്ലോ. ഭഗവാന്റെ ഒപ്പം നടന്നിട്ട് ഭക്തനാവാൻ സാധിക്കണില്ലല്ലോ. ഗുരുവിനെ വധിച്ചു, ഭ്രാതാവിനെ വധിച്ചു, എന്തെല്ലാം തെറ്റുകളാണ് ചെയ്യണത്. അപ്പോൾ ആരായി വൃത്രൻ? ചിത്രകേതു എന്നുള്ള രാജാവിൻ്റെ ചിത്രകേതു ചരിതം വിസ്തരിച്ച് പറയണം. സന്താനയോഗം ഇല്ലാത്ത ഒരു ഭക്തന് സന്താനയോഗം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ സുഖവും ദുഃഖവും കൂടി വരുമെന്ന് പറഞ്ഞു. പുത്രൻ അകാലത്തിൽ മരിച്ചു കഴിഞ്ഞപ്പോൾ അതീവ ദുഃഖിതനായി. ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട്, ഗുരുവ് പറഞ്ഞുള്ള വാക്കിനെ അനുസരിച്ചുകൊണ്ട് ഭജനം ചെയ്തു. സംഘർഷണമൂർത്തിയുടെ അനുഗ്രഹം നേടി. വിദ്യാധര പദവി നേടി. അധിപതി സ്ഥാനം കിട്ടി. മഹാദേവൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു. മഹാദേവൻ പാർവതിയെ മടിയിൽ വെച്ചിട്ട് ജ്ഞാനം കൊടുക്കുന്ന, ഉപദേശം കൊടുക്കുന്ന സമയത്ത് ഇത് മഹാദേവന് മാത്രമേ പറ്റൂ എന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീപാർവതിക്ക് കുറച്ച് ശുണ്ഠി വന്നു. നാരദനും ഇവരൊക്കെ ഇവിടെ ഉണ്ട്. പറഞ്ഞത് എന്താ വെച്ചാൽ, എന്തായി ഭാര്യയെ മടിയിൽ വെച്ചിട്ട് ഇങ്ങനെ വേദാന്തം പറയണമെന്നാണ് ചോദിച്ചതേ. മിഥുനീഭാവത്തിൽ ഈ ജ്ഞാനം കൊടുക്കാൻ സാധിക്കില്ലല്ലോ, അങ്ങനെ ചെയ്യാൻ പാടുമെന്നാണ് ചോദിച്ചത്. കേട്ടത് പാർവതി കേട്ടത് അങ്ങനെയാണ്. ശിവനൊന്ന് ചിരിച്ചേ ഉള്ളൂ. പാർവതി അപ്പം ശപിച്ചു, ഇതൊരു അസുരഭാവമാണ്, നീ അസുരനായിട്ട് ജനിക്കുക. അങ്ങനെ വൃത്രനായത്. അപ്പം മഹാദേവൻ പറഞ്ഞു, പാർവതി തെറ്റിയിട്ടോ, ഈ വൃത്രനെ ഈ ചിത്രകേതു ഇല്ലേ, എന്നെയും കൂടി ശപിക്കാനുള്ള കഴിവുണ്ട് കേട്ടോ. വിഷ്ണു ഭക്തനായതുകൊണ്ട് തന്നെ ഒന്നും ചെയ്തില്ല. അയ്യോ, എന്നാൽ ഞാൻ തന്നെ അനുഗ്രഹിച്ചില്ല, ഇനി പറ്റും തോന്നുന്നില്ല കേട്ടോ. എൻ്റെ അനുഗ്രഹം അയാൾക്ക് വേണ്ട. വിഷ്ണു ഭക്തനാണോ, വേഗം വന്നോളൂ. ഉള്ളത് വേഗമാണ് കഴിഞ്ഞോട്ടെ, അതിനൊരു അനുഗ്രഹം കൊടുത്തോളൂ വേണച്ചാൽ, മോഹമുണ്ടെങ്കിൽ. അങ്ങനെ കൊടുത്തു എന്നാണ്. അതുകൊണ്ടാണ് വൃത്രൻ വേഗം വരികയും ചെയ്തു, വേഗം പോവുകയും ചെയ്തു. അനവധി കാലം ഉണ്ടായിട്ടുണ്ട് അത്ര കേട്ടോ. എന്നാലും സുഖിച്ചും കൊണ്ടാണ്. അങ്ങനെ വൃത്രാസുരകഥം പറഞ്ഞു. നരസിംഹമൂർത്തിയായിട്ട് ഭഗവാൻ അവതരിച്ച, പ്രഹ്ലാദനെ അനുഗ്രഹിച്ചതായിട്ടുള്ള, ഹിരണ്യകശിപുവിനെ വധിച്ചതായിട്ടുള്ള രംഗങ്ങളെ സപ്തമസ്കന്ധത്തിൽ നമുക്ക് വിസ്തരിച്ച് കേൾക്കാൻ സാധിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് മരുതുൽപ്പത്തി കേൾക്കാൻ സാധിക്കുന്നു. വായുവും അഗ്നിയും 49 പേരാണ്. ദിതിയുടെ ഗർഭത്തിൽ ജനിച്ചിട്ടും ഇന്ദ്രൻ ഉള്ളിൽ ചെന്നിട്ട് 7 ആക്കി, 7നെ വീണ്ടും 7 ആക്കി 49 ആക്കി. 49 വായുക്കളായിട്ട് പുറത്തു വന്നു. ഞങ്ങൾ അങ്ങയുടെ സഹോദരനല്ലേ ചോദിച്ചു. ആണെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, എന്നാൽ രണ്ടുപേരും അല്ല 50 ആളും കൂടിയിട്ട് പോയിക്കോളെ എന്നും പറഞ്ഞു. ദിതിക്ക് ജനിച്ചു ദേവന്മാർക്ക് കൂട്ടായിട്ട് വർത്തിക്കണു. ഈ പ്രാണങ്ങളാണ് നമ്മെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്, വായുക്കൾ. ഈ അഗ്നി തന്നെയാണ്, 49 അഗ്നി ഉണ്ട്. അതുപോലെ അഗ്നിയും നമ്മൾ രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് രണ്ടും ഇല്ലാച്ചാൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. പിന്നീടാണ് നരസിംഹമൂർത്തിയുടെ കഥ, പ്രഹ്ലാദൻ്റെ കഥ പറയണത്. അതിനുശേഷം സനാതന ധർമ്മങ്ങളെക്കുറിച്ച് വിസ്തരിച്ച് പറയണം 5 അധ്യായങ്ങളെ കൊണ്ട്. തുടർന്ന് മന്വന്തര കഥകൾ, ഗജേന്ദ്രമോക്ഷവും, വാമനാവതാര ചരിതവും, പാലാഴി മഥനവും, മത്സ്യാവതാര കഥയും പറഞ്ഞ് രാജാക്കന്മാരുടെ വംശ അനുചരിതം പറയണു.
സുകന്യയുടെ ചരിതവും ഇള ഉപാഖ്യാനവും പിന്നെ വംശത്തിൽപ്പെട്ടതായിട്ടുള്ള ഇക്ഷ്വാകു വംശത്തിൽപ്പെട്ടതായിട്ടുള്ള രാജാക്കന്മാരുടെ ഓരോരോ രാജാക്കന്മാരുടെ കഥകൾ രാമായണം പറയണു, ഗംഗാ അവതരണം പറയണു, പരശുരാമചരിതം പറയണു. ക്രമേണയായിട്ട് അനവധി രാജാക്കന്മാരുടെ പേരുകളും ആ രാജാക്കന്മാരുടെ പരമ്പരകളും കുറച്ച് വിസ്തരിച്ചതിന് ശേഷം സൂര്യവംശ രാജാക്കന്മാരുടെ കഥകൾ കഴിഞ്ഞതിന് ശേഷം ചന്ദ്രവംശ രാജാക്കന്മാരുടെ കഥകളെ പറയണു. യാദവനായിട്ട് ഭഗവാന്റെ തന്നെ അവതാരത്തെ വിസ്തരിച്ച് പറയണു. കൗരവ പാണ്ഡവ വംശത്തെയൊക്കെ വിസ്തരിച്ച് പറയണു. യാദവവംശ കഥ കൃഷ്ണൻ്റെ ചരിതം കുറച്ച് വേഗമാണ് പറഞ്ഞു, 3-4 ശ്ലോകങ്ങളെ കൊണ്ട്. അപ്പോൾ അത് ഇത്ര ചുരുക്കിയാൽ വയ്യ കേട്ടോ എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശ്രീശുക ബ്രഹ്മർഷി കുറച്ചു നേരം സമാധി പോലെ അങ്ങോട്ടായി. ഭഗവാന്റെ കഥകൾ പറയാൻ വേണ്ടിയിട്ടാണ് അവിടെ വന്നത്. അപ്പോഴേക്കും 3.5 ദിവസമായി. പരീക്ഷിത രാജാവിനോട് ഭഗവാന്റെ കഥകൾ പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. പരീക്ഷിത രാജാവിനോട് പറഞ്ഞു വന്നപ്പോൾ ഈ അവതാരങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ആമുഖമായിട്ട് ഇത്രയും പറഞ്ഞു. അപ്പോൾ കൃഷ്ണൻ്റെ കഥ വിസ്തരിച്ച് പറയണമെന്ന് പറഞ്ഞപ്പോൾ സന്തോഷമായി. അപ്പോൾ കൃഷ്ണൻ്റെ കഥകളെ ഒന്ന് നല്ലോണം സ്മരിച്ചു കുറച്ചു നേരം സമാധിയിൽ. ആ കൃഷ്ണകഥകൾ 10ാമത്തെ സ്കന്ധം മുതൽ ശ്രീശുക ബ്രഹ്മർഷി പറയാൻ തുടങ്ങണം. നമുക്കത് അടുത്ത ഭാഗമായിട്ട് പറയാം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേരി സമർപ്പയാമി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. 1 മണിക്കൂർ ഭാഗവതം പറയാമെന്നാണ് നിരീക്ഷിച്ചത്. പറഞ്ഞു വന്നപ്പോൾ നേരെ പകുതിയായുള്ളൂ. അപ്പോൾ അടുത്ത 1 മണിക്കൂർ കൊണ്ട് ദശമവും ഏകാദശവും ദ്വാദശവും കൂടിയിട്ട് പറയാം. എല്ലാ ഭക്തന്മാരും അത് ശ്രവിക്കണം. ഈ ഭാഗവതത്തിൻ്റെ തന്നെ എഴുത്തച്ഛൻ്റെ ഭാഗവതം കേട്ടിട്ടുണ്ടാവും. ഭാഗവതം കേൾക്കുന്ന എല്ലാ ഭക്തന്മാർക്കും ഭക്തി ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട്, ഭഗവത് അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ഭക്തന്മാരെയും വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു. എല്ലാ ദേവീദേവന്മാർക്കും നമസ്കാരം, അച്ഛൻ നമസ്കാരം, അമ്മയ്ക്ക് നമസ്കാരം, പിതൃക്കൾക്ക് നമസ്കാരം. സർവേഭ്യോ നമഃ, ഭക്തേഭ്യോ നമഃ, സദ്ഗുരുഭ്യോ നമഃ. ഹരേ ഗുരുവായൂരപ്പ. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഹരി ഓം. ശ്രീ നാരായണ.